പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് ഒക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ. പ്രത്യേകാൽ ഒത്തിരി പേര് വിളിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തു. പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും എല്ലാമായി നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ, റമദാൻ ടൈമാണ്. ഫാസ്റ്റിംഗ് പ്രയർ നടക്കേണ്ടതാണ്. ഞങ്ങളുടെ 3 ദൈവദാസന്മാർക്ക് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതാണ്. എന്നാൽ ആർക്കും തന്നെ കടന്നു വരുവാൻ സാധിച്ചില്ല. നാളെയായിരുന്നു 2 പേര് വീണ്ടും വരേണ്ടത്. എന്നാൽ അവരുടെ ടിക്കറ്റ് ക്യാൻസലായെന്ന് ഇപ്പോൾ എന്നെ അറിയിച്ചു. എങ്കിലും ദൈവം എല്ലാം നന്നായി ചെയ്യട്ടെ. എല്ലാം വീണ്ടും നോർമലാകുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ കേട്ടല്ലോ. കർത്താവിൻ്റെ ദാസൻ യാത്രയിലും ഒക്കെ ആയിരുന്നു. ഇന്ന് വീണ്ടും ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ ദാസന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും അത് ശക്തമായി തന്നെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു കർത്താവേ. സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പോൾ ഈ പ്രവാസനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രക്ക് വീണ്ടും മഹാദേവമുള്ള കർത്താവ്, അവർ സന്നയിൽ കർത്താവ് ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്രം കേൾക്കുന്ന വചനം, ഹല്ലേലൂയ. കർത്താവ് കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങൾ കർത്താവ് 30, 60, 100 മേനുമായിട്ട് വിളയാൻ തക്കവണ്ണ ദിവാര ഘടകകാരിക സിദ്ധര. ഹല്ലേലൂയ. കർത്താവ് തിരുസാന്ത്യം കൊണ്ട് ഞങ്ങൾ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് കടന്നു വന്ന ഓരോ ദേവദാസന്മാരെ കർത്താവെ അവരുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗം നിറക്കുന്ന കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വചനം പഠിപ്പിക്കുന്ന ദേവദാസന കർത്താവ് കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗീയ നന്മകളെ കൊണ്ട് നിറക്കണ കർത്താവ്. സ്തോത്ര അഭിഷേകത്താൽ നിറക്കണ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ദൈവവചനം പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ജ്ഞാനം ബുദ്ധി കർത്താവ് സ്വർഗം നൽകി കർത്താവ് കൂടുതലായിട്ട് സ്വർഗ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഇതേപോലെ കർത്താവ് മറ്റു ദേവദാസന്മാരും കർത്താവിന്റെ കാര്യങ്ങളോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ച് മാനിക്കണമേ കർത്താവ്. പ്രത്യേകിച്ച് കർത്താവ് സ്തോത്ര ഷാജി പാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലാലു പാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് സ്തോത്ര വിശേഷ കർത്താവ് ഗൾഫിൽ നടക്കുന്ന കർത്താവ് യുദ്ധങ്ങൾ അപ്പാ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് സ്വർഗം കർത്താവ് സ്വർഗ ഹല്ലേലൂയ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്ന കർത്താവ് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അന്ത്യനാഴിക ഹല്ലേലൂയ അടുത്തിരിക്കാമെന്ന് ദൈവത്തിന്റെ വചനം സൂചിപ്പിക്കുമ്പോൾ അപ്പാ സ്തോത്ര ഇതൊക്കെ ഈ നോകത്തിന്റെ ആരംഭമാണെന്ന് കർത്താവ് ദൈവവചനം പറയുമ്പോൾ കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഇതൊക്കെ സ്വർഗം നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ. കർത്താവ് സ്തോത്ര. ദൈവത്തിന്റെ കരം കർത്താവ് ഇതൊക്കെ പ്രവർത്തിച്ച് കർത്താവ് സ്തോത്ര. അതൊക്കെ ശാന്തമായി തീരുവാൻ സഹായിക്കണം. ഒരിക്കൽ കൂടി ഫ്ലാറ്റ് വന്ന കർത്താവ് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവ് സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ സ്തോത്രം ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം മഹത്താപ്പിച്ചെടുക്കണം കർത്താവ് വിഷയന്റെ വിലയേറിയ നാമം തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ ഹെർണോൾഡ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാജുവേഷൻ ഏപ്രിൽ മാസം നടക്കുന്നതാണ്. അപ്പോൾ ആ ഇട്ടിരിക്കുന്ന ലിങ്കിൽ നിങ്ങളുടെ പേരുകൾ ഒക്കെ അത് ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അറ്റൻഡൻസിന്റെ കാര്യം ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. എല്ലാവർക്കും തന്നെ അതിനകത്ത് ചെയ്യാവുന്നതാണ്. അനുഗ്രഹീതമായ നല്ല ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് ആണ്. അത് എല്ലാവർക്കും ഒരു പ്രയോജനമായിരിക്കും. എല്ലാം അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ തുടർന്ന് ക്ലാസ് എടുക്കും. ഡോക്ടർ സാക് വർഗീസ്, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ ലാലു അല്ലേ? കേൾക്കാം സാറേ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇന്ന് ആഗതരായിരിക്കുന്ന എല്ലാവർക്കും പാസ്റ്റർ ലാലു, പാസ്റ്റർ ഷാജി, അതുപോലെ മറ്റുള്ള ദേവദാസന്മാരെ, അതുപോലെ ഇന്ന് സ്റ്റുഡൻസായിട്ട് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾ വരാൻ സാധിക്കാഞ്ഞതിൽ ഉള്ള എൻ്റെ ദുഃഖം അറിയിക്കുന്നു. ഞാൻ 2 ആഴ്ചകൾ ഈ അല്പം പനിയുടെ പ്രയാസം, ചുമയുടെ പ്രയാസം കൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്. പിന്നെ ചില ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ യാത്രയുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആണ് ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഇന്ന് രാത്രി നിങ്ങളോട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി
നമുക്ക് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രകടനമാണ് അപ്പോസ്തല പ്രവൃത്തി എന്നുള്ള ഈ പുസ്തകം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാര ശക്തിയും അതിൻ്റെ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഒരു സഭയെയും നിയന്ത്രിക്കുകയും കരുതുകയും ചെയ്യുന്നത്, അതാണ് നമ്മുടെ വിഷയങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ കൂടി. കഴിഞ്ഞ ഇത് നമ്മുടെ 24-ാമത്തെ ക്ലാസ്സാണ്. എൻ്റെ ക്ലാസ് ഇത് 24-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കാൻ സാധിച്ചു. 11 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു സമ്മറി, 11-ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞു. ആദ്യമായിട്ട് അതിൻ്റെ 11 മുതൽ 11-ാം അധ്യായത്തിന് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് അവിടെ സെസറിയാൽ പോയി കൊർന്നല്യോസ് എന്ന് പറയുന്ന പുറജാതിക്കാരൻ, അവൻ്റെ ഭവനവും അവനും അവൻ്റെ പരിചയക്കാരും അനേകരായിട്ട് പുറജാതിക്കാരായിരുന്ന അവർ കർത്താവിലേക്ക് വന്നപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ അതിനെക്കുറിച്ച് ഒരു വാഗ്വാദമുണ്ടായി. കാരണം യഹൂദൻ്റെ നിയമപ്രകാരം പരിച്ഛേദന ഏറ്റെങ്കിൽ കൂടി മാത്രമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാലും പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നീ രക്ഷ പ്രാപിക്കത്തില്ല എന്ന് ഒരു കൂട്ടം യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു, വിശ്വാസികളായ യഹൂദന്മാർ. അപ്പോൾ പത്രോസ് ഈ സെസറിയാൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവരെ ഇദ്ദേഹവുമായിട്ട് അപ്പോസ്തലനുമായിട്ട് എതിർത്ത് സംസാരിക്കുകയും അതിൻ്റെ ഒരു മറുപടിയാണ് 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താൻ എങ്ങനെ ക്രിറ്റിസിസം, അവരെ തന്നെ ആക്ഷേപിക്കുകയും എതിര് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എങ്ങനെ അതിനൊരു പരിഹാരം താൻ ഉണ്ടാക്കി, തൻ്റെ ക്ഷമയും തൻ്റെ സ്നേഹവും എങ്ങനെ പ്രകടിപ്പിച്ച് ആ പ്രശ്നം പരിഹരിച്ചു. വളരെ മനോഹരമായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ച് ഒരു പുതിയ ഡോക്ട്രിൻസ്, അപ്പോസ്തലന്മാരുടെ പഠിപ്പീരുകൾ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും അന്ന് യെരുശലേമിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരും എൽഡേഴ്സും അവരെല്ലാം കൂടി തീരുമാനിച്ചു, അവിശ്വാസികളിൽ നിന്ന്, ജെൻറ്റായിൽസ്, പുറജാതികളിൽ നിന്ന് വരുന്ന വ്യക്തികൾ വിശ്വാസത്തിൽ വരുമ്പോൾ അവർക്ക് പരിച്ഛേദന ഏൽക്കേണ്ട, അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ഈ എതിർപ്പിന് ഒരു പരിഹാരമുണ്ടാക്കി സഭ മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതായത് 2-ാമത്തെ പോയിന്റ് അവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ, അതിൻ്റെ 19-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ ഈ ചിതറിപ്പോയ സ്തേഫാനോസ് മൂലം ചിതറിപ്പോയ വിശ്വാസികൾ അവരെന്ത് ചെയ്തു, അവരുടെ പ്രവർത്തനത്തിൽ കൂടി ഒരു പുതിയ സഭ അന്ത്യോക്യയിൽ രൂപാന്തരപ്പെട്ടു ഉണ്ടായിത്തീർന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ആണ് 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 27-ഉം 28-ഉം വാക്യങ്ങൾ ആദ്യകാല സഭയിൽ പ്രവചനത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയുടെ ഈ ചരിത്രം വായിക്കുമ്പോൾ അനേക ഭാഗങ്ങൾ നമ്മൾ പ്രവചനത്തെക്കുറിച്ച് കാണുന്നില്ല, എന്നാൽ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലുള്ള പ്രവചനങ്ങളായിരുന്നു. ഇവിടെ അതിനൊരു ഉദാഹരണമാണ് ഈ 27, 28 വാക്യങ്ങൾ. 29-ഉം 30-ഉം വാക്യങ്ങൾ വരുമ്പോൾ ആ സഭ, അന്ത്യോക്യ സഭ, ഒരു മാതൃക സഭയായി വളരുവാൻ തക്കവണ്ണം അവിടെ വെച്ച് ആദ്യമായിട്ട് വിശ്വാസികൾക്ക് ക്രിസ്ത്യൻസ് എന്ന പേരുണ്ടാകുന്ന ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ ആ സഭയിൽ കൂടി ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ക്രിസ്തുവിനെ പിന്തുടരുന്ന ഇവരെ ഒരു പ്രത്യേക രീതിയിലുള്ള ആൾക്കാരാണ്, അവർ ലോകവുമായിട്ടുള്ള ബന്ധമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുകയും അവർ ക്രിസ്തുവിനെ പരിഗമിക്കുന്നവരാകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 11-ാം അധ്യായത്തിൻ്റെ
പ്രധാന വിഷയങ്ങൾ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഈ 3 വിഷയങ്ങളിലേക്ക് കടക്കാം. 2, 3, 4 ഇത് 4ആണ്. ആ 3 വിഷയങ്ങൾ സമയമുള്ള രീതിയിൽ നമുക്ക് കടക്കാം. ഇല്ല അതിനെല്ലാത്തിനും സമയമില്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ സുജ സിസ്റ്ററോ അഞ്ജു സിസ്റ്ററോ ഷേർലി സിസ്റ്ററോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം അനുസരിക്കാത്ത ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി. മതി സിസ്റ്റർ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫിനീഷ്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ഒരു 3-4 സഭകളുടെ നഗരങ്ങളുടെ രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി ഞാനൊരു മാപ്പ് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇവിടെ ആദ്യമായിട്ട് ജെറുസലേം. ഇവിടുന്നാണ് അപ്പോസ്തലന്മാരും വിശ്വാസികളുമെല്ലാം സ്തേഫാനോസ് മൂലം ഉണ്ടായ പീഡനത്തിൽ പ്രൈസ് ദി ലോർഡ് ഇവിടുന്നാണ് ചിതറിപ്പോകുന്നത്. യെരുശലേം, ഇതാണ് യെരുശലേം. ഇവിടുന്ന് കാണാൻ സാധിക്കുമല്ലോ. അവിടുന്ന് പോയവരെ അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 10-ാം വാക്യത്തിൽ those who were scattered after the persecution that arose over Stephen traveled as far as Phoenicia. അവിടെ മലയാളത്തിൽ പറയുന്ന വേറെ വേർഡാണ്. എന്നാൽ എന്തുവാ എൻ്റെ സിസ്റ്ററെ അഞ്ജു സിസ്റ്റർ എന്താ ഫിനീഷ്യ എന്നുള്ള മലയാളത്തിലൂടെ വായിച്ചത്? ഫൊനീക്യ. അതാണ് ഈ സ്ഥലമാണ്. ഇവിടെ കാണുന്നത് ഈ സ്ഥലമാണ് ആ ഭാഗം. അപ്പം നമുക്കറിയാം യെരുശലേമിൽ നിന്ന് അവർ മിക്കവാറും ഇങ്ങോട്ടാണ് വന്നത്, ഈ ഫിനീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അതിനുശേഷമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഫിനീഷ്യ, അതുകൂടാതെ തന്നെ അവർ സൈപ്രസ്, കുപ്രോസ്, ഇതാണ് കുപ്രോസ്, അതൊരു ഐലൻഡാണ്. അവിടെയാണ് വേറെ ഒരു കൂട്ടം ആൾക്കാർ പോയി. അവിടെ ശേഷമായിട്ട് പറയുന്നത് കുപ്രോസ് ആൻഡ് ആന്റിയോക്ക്. ഇവിടെ ഇതാണ് ആന്റിയോക്ക് എന്ന് പറയുന്നത്. ഇത് സിറിയയുടെ ഒരു ഭാഗമാണ് ആന്റിയോക്ക്. ഇത് കൂടാതെ വേറൊരു ആന്റിയോക്ക് ഉണ്ട്. നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ തുടർമാനമായിട്ട് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ കണ്ട വേറൊരു സ്ഥലമാണ് സിഡിയൻ ആന്റിയോക്ക്. ആ ആന്റിയോക്കിൻ്റെ കാര്യമല്ല ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സിറിയൻ ആന്റിയോക്ക്. ഇപ്പോൾ അഞ്ജു സിസ്റ്റർ ആ ഒരു വാക്യം ഒന്നുകൂടെ വായിച്ചായിട്ട് ഈ സ്ക്രീൻ നിങ്ങളുടെ മുമ്പിലുള്ളതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാൽ ആ ഒരു വാക്യം മാത്രം. 19. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. മതി. ഫിനീക്യ,
കുപ്രോസ്, അന്ത്യോക്യ ഈ സ്ഥലങ്ങളോളം സഞ്ചരിച്ചു. അവരെന്നാൽ യഹൂദന്മാരോട് മാത്രമേ ആദ്യകാലങ്ങളിൽ അവർ സുവിശേഷം അറിയിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം എഴുതുമ്പോൾ ഞാൻ പല പ്രാവശ്യം സംസാരിച്ചൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവചനം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദ്യയിലും ശമറിയായിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ള പ്രവചനത്തിൻ്റെ ആ പൂർത്തീകരണമാണ് ഈ ലൂക്കോസ് തൻ്റെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി എഴുതി കാണിക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ 8 അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സുവിശേഷം സംസാരിച്ചത് യെരുശലേമിൽ, അതായത് ജുഡിയ, ശമറിയ ഈ 2 ഭാഗങ്ങളിലാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ശമറിയയിൽ പോയി വചനം സംസാരിക്കുന്നു. അപ്പം യെരുശലേമിലും യഹൂദിയയിലും ശമറിയയിലുമാണ് ആദ്യകാല സുവിശേഷം 8-ാം അധ്യായം. 9-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ശൗലിൻ്റെ മാനസാന്തരം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സെസറിയ, ഇവിടെ കാണാൻ ഇതാണ് സെസറിയ. 10-ാം അധ്യായത്തിൽ പുറജാതിക്കാരനായ കൊർന്നൊല്യോസിൻ്റെ ഭവനത്തിൽ ഉണ്ടായ ആ വലിയ വിടുതലും അതിൻ്റെ സുവിശേഷീകരണവുമാണ് ഈ സെസറിയ എന്ന പട്ടണത്തിൽ. എന്നാൽ ഇപ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ ദൗത്യം, ലൂക്കോസിൻ്റെ ഉദ്ദേശമാണെന്ന് ചോദിച്ചാൽ തൻ്റെ വായനക്കാർക്ക് മനസ്സിലാകണം, ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും പീഡനങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സഭ ഇതിനെയെല്ലാം അതിജീവിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തൻ്റെ ഈ എഴുത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. ലോകത്തോടും നമ്മോടും തനിക്ക് കാണിക്കാനുള്ള ഒരു കാരണം യേശു ക്രിസ്തു ജീവിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് അവൻ പറഞ്ഞതുപോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിലും യഹൂദിയയിലും ശമറിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം. ഇപ്പോൾ ആ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എന്നുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ലൂക്കോസ് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പീഡനം മൂലം ചെതറിപ്പോയവരെ ഈ സ്ഥലങ്ങൾ, സൈപ്രസ് ആ ഭാഗങ്ങൾ ഇതിൻ്റെ യഹൂദിയയുടെ ഭാഗമല്ല, അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം യഹൂദ ഭാഗമല്ല. അങ്ങനെ സഭ ഇതാ വീണ്ടും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാനുള്ള ആ സംരംഭത്തിൻ്റെ ആരംഭമാണ് ഇവിടെ ഈ 11-ാം അധ്യായത്തിലെ ലൂക്കോസ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായം 19-ാം വാക്യം. ഇനിയും പിന്നെ സുജാ സിസ്റ്റർ ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ച 20, ഇല്ലെങ്കിൽ അഞ്ജു സിസ്റ്റർ വായിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. മതി. ഇവിടെ 2 കൂട്ടരെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. ബട്ട് സം ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഈ ചിതറിപ്പോയ യഹൂദ വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തെഫാനോസിൻ്റെ പീഡനത്തെ തുടർന്ന് ചിതറിപ്പോയ ഈ യഹൂദിയ ക്രിസ്ത്യാനികൾ, യഹൂദയ വിശ്വാസികൾ, അവരിൽ ചിലര് ആരായിരുന്ന പറഞ്ഞത്? ചിലര് some of them were men from Cyprus and Cyrene. ഞാൻ സൈപ്രസ് നിങ്ങൾ കാണിച്ചു, കുപ്രോസ് കാണിച്ചു. ഇവിടെ നിന്ന് ഒറിജിനലി ഇവിടെ നിന്ന് അവർ യെരുശലേമിൽ ഒരുപക്ഷെ ആയിരിക്കാം, എന്നാൽ അവരെ സൈപ്രസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരാണ് വിശ്വാസത്തിലേക്ക് വന്നതാണ്. നമുക്കതിൽ വളരെ പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന വിഷയം നമ്മൾ വായിച്ചതാണ്. ബർന്നബാസ് ഒരു സൈപ്രസുകാരനായിരുന്നു. അവൻ യഹൂദനായിരുന്നു, അവൻ സൈപ്രസുകാരനായിരുന്നു, രക്ഷിക്കപ്പെട്ടു, അവൻ അപ്പോസ്തലനായിട്ട് മാറി. പ്രൈസ് ലോർഡ്. അതുപോലെ അങ്ങനെയുള്ള ഒരു കൂട്ടം യഹൂദ വിശ്വാസികൾ സൈപ്രസും പിന്നെ സൈറീൻ. ഓക്കെ, അതാരെങ്കിലും നിങ്ങളുടെ ഫോൺ അത് അൺമ്യൂട്ട് അല്ലെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ആണെങ്കിൽ പ്ലീസ് മ്യൂട്ട് ഇറ്റ്. അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. എവിടാണ് സൈറീൻ? ഇതാണ് സൈറീൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇതാണ് യെരുശലേം, അതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈജിപ്റ്റ്.
അതിനുശേഷമായിട്ട് വളരെ അപ്രകാരം താമസിക്കുന്ന നോർത്ത് ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ് ഈ സൈറീൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് വന്ന യഹൂദ വിശ്വാസികളും സൈപ്രസിൽ നിന്ന് വന്ന യഹൂദ വിശ്വാസികളും അവർ എന്ത് ചെയ്തു? മറ്റുള്ള യഹൂദ വിശ്വാസികളെ അവർ മറ്റാരോടും സംസാരിച്ചില്ല. എന്നാൽ ഈ രണ്ട് കൂട്ടം വിശ്വാസികൾ, കുപ്രോസിൽ നിന്നും സൈറീനിലും വന്ന ആ രണ്ട് കൂട്ടം വിശ്വാസികൾ ചെതറിപ്പോയവരില്ലേ, അവരാരോട് സംസാരിച്ചെന്നാണ് പറഞ്ഞത്? ബട്ട് സം ഓഫ് ദം വെയർ മെൻ ഫ്രം സൈപ്രസ് ആൻഡ് സൈറീൻ who when they had come to Antioch spoke to the Hellenists preaching the Lord Jesus. അവര് അന്ത്യോക്യയിൽ, അപ്പോൾ ഈ സൈറീൻ വിശ്വാസികളായിരുന്ന യഹൂദന്മാരും സൈപ്രസ് യഹൂദ വിശ്വാസികളും അവരെ ഇവിടെ അന്ത്യോക്യയിൽ വന്നിട്ട് അവിടെ യഹൂദന്മാരോട് മാത്രമല്ല അവർ യൗനന്മാരോടും സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊരു വലിയ ഒരു അത്ഭുതമാണെന്ന് നോക്ക്. സഭയുടെ ആദ്യകാല പ്രവർത്തനങ്ങളും വളർച്ചകളും മുഴുവനും യഹൂദ യഹൂദന്മാരിൽ കൂടിയായിരുന്നു. എന്നാൽ 10-ാം അധ്യായത്തിൽ ദൈവം അതിനൊരു വ്യത്യാസം വരുത്തിയിട്ട് അതോടുകൂടി തന്നെ ജാതികളും കർത്താവിലേക്ക് വരത്തക്കവണ്ണം കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ പറഞ്ഞൊരു വിഷയം, അബ്രഹാമേ, ഇൻ യു ഓൾ ദ നേഷൻ ഷാൽ ബി ബ്ലസ്ഡ്, നിന്നിൽ കൂടി എല്ലാ ജാതികളും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് 10-ാം അധ്യായത്തിൽ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു വളർച്ചയിലേക്ക് സഭ മാറുകയാണ്. സഭ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, ഇപ്പം ജാതികളുടെ ഇടയിലേക്കും കൂടെ വരികയാണ്. അവർ യൗനന്മാർ ഗ്രീക്കായിട്ടുള്ളവരോടും കൂടെ സംസാരിച്ചു. പ്രൈസ് ലോർഡ്. അപ്പം ഞാൻ അതിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം ഈ രണ്ട് മാപ്പ് നിങ്ങളെ കാണിച്ചത്. പ്രൈസ് ലോർഡ്. ഇനിയും ഇപ്പം അവിടെ അന്ത്യോക്യയിൽ വന്നപ്പോഴാണ് ഈ അന്ത്യോക്യ ആ നഗരത്തെക്കുറിച്ച് ചില കാര്യങ്ങളോട് ഒരു പശ്ചാത്തലം, ഇതെല്ലാം നമ്മളൊരു പശ്ചാത്തലമായിട്ട് പറയുന്ന വിഷയങ്ങളാണ്. അന്ത്യോക്യ എന്ന് പറയുന്നത് യെറുശലേമിൽ നിന്ന് ഏകദേശം 300 മൈല് വടക്കായിട്ട് വരുന്നതാണ്. ഇവിടെ കാണിക്കാം. യെറുശലേമിൽ നിന്ന് യെറുശലേം ഇവിടുന്ന് 300 മൈലാണ് ഈ ആന്റിയോക്ക് എന്ന് പറയുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതാണ് അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ട് പറഞ്ഞാൽ അതാണ് എൻ്റെ വിഷയം. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ അന്ത്യോക്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ത്യോക്യ നഗരത്തെക്കുറിച്ച് പറഞ്ഞാൽ BC 300-ൽ സെലൂക്കസ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, വലിയ രാജാവായിരുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ നേതാവായിരുന്ന അലക്സാണ്ടർ ഗ്രേറ്റ് എന്ന് പറയുന്ന അലക്സാണ്ടർ മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് 4 ജനറൽസ് ഉണ്ടായിരുന്നു. അതിലൊരു ജനറലാണ് സെലൂക്കസ്. ആ സെലൂക്കസ് സ്ഥാപിച്ച ഒരു നഗരമാണ്, BC 300 സ്ഥാപിച്ച ഒരു നഗരമാണ് അന്ത്യോക്യ എന്ന് പറയുന്നത്. ഈ അന്ത്യോക്യ ആ സമയത്ത് അന്നത്തെ ലോകത്തിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയൊരു നഗരമായിരുന്നു. അലക്സാണ്ട്രിയയും റോമും ഒഴിച്ചാൽ, പ്രൈസ് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ മാപ്പിൽ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈജിപ്തിലെ ഒരു വലിയ നഗരമായിരുന്നു അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയയും റോമും കഴിഞ്ഞാൽ പിന്നീട് ആ സമയത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു നഗരമാണ് ഈ അന്ത്യോക്യ നഗരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യോക്യ നഗരത്തിൻ്റെ വലിയൊരു ഗുണം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ നോക്കുമ്പോൾ ആ മാപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, it is very close to the port, it is very close to the ocean, so it was a port city. അനേക വ്യവസായങ്ങൾ നടക്കുന്ന ഒരു നഗരം കൂടിയായിരുന്നു അത്. അതിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ വ്യാപാരത്തിനും വാണിജ്യത്തിനും പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു, ഒരു നഗരമായിരുന്നു അന്ത്യോക്യ. അതുപോലെ തന്നെ അധാർമികത്വത്തിനും പേരുകേട്ടതായിരുന്ന ഒരു നഗരമായിരുന്നു അന്ത്യോക്യ. ഈ പശ്ചാത്തലമുള്ള ഈ നഗരത്തിലേക്കാണ് യെറുശലേമിൽ നിന്ന് ചിതറിപ്പോയ ഈ യഹൂദ വിശ്വാസികൾ വരികയും
അവരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, നമ്മളും ഇതുപോലെയുള്ള നഗരങ്ങളിൽ ഇതുപോലെ ദൈവത്തെ അറിയാതെ മ്ലേച്ഛമായ രീതിയിൽ നടക്കുന്ന അവിശ്വാസികളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ യഹൂദ വിശ്വാസികളായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അവരോട് പോയി സുവിശേഷം പറയുവാൻ താല്പര്യപ്പെട്ടതുപോലെ നാമും ഈ ദിവസങ്ങൾ, ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ചുറ്റും താമസിക്കുന്നവരോട് സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യതരാണ് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് പാസ്റ്ററുടെയോ അസിസ്റ്റന്റ് പാസ്റ്ററുടെയോ സഭാ മൂപ്പന്മാരുടെയോ മാത്രമുള്ള ഒരു ജോലിയല്ല. അവർ ചെയ്യണം. അതോടുകൂടി തന്നെ എല്ലാ വിശ്വാസികളും തങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ പോകേണ്ട സ്ഥലങ്ങളിൽ പോയി അന്യജാതിക്കാരായവരോട് സുവിശേഷം അറിയിക്കുവാൻ, അവിശ്വാസികളോട് സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ ബാധ്യപ്പെട്ടവരാണ്. അതാണ് ഇവരെ ഈ പ്രോസിക്യൂഷനിലെ പീഡനത്തിൽ ചിതറിപ്പോയെങ്കിൽ, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, കർത്താവായ യേശുവിനെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇതാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അവർ കരഞ്ഞ് നിലവിളിച്ച്, കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങൾക്ക് ഭവനം തരണമേ, ഞങ്ങൾക്ക് ജോലി തരണമേ എന്നുള്ള അവരുടെ ആ രീതിയിലുള്ള ഒരു ജീവിതത്തിന് പകരം ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം, കർത്താവിൻ്റെ പ്രവചനം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട്, ഇവർക്ക് വലിയ ട്രെയിനിങ്ങോ സെമിനാരി എഡ്യൂക്കേഷനോ ഒന്നുമില്ലായിരുന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് യവനരുടെ മധ്യത്തിലേക്ക് പോകുവാൻ ആ പ്രിയപ്പെട്ടവർ തയ്യാറായതുകൊണ്ട് വലിയ ഒരു സംഭവം ലോകത്തിൽ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ആകമാനം സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ചത് യെരുശലേം സഭയല്ല, അന്ത്യോക്യ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഓർക്കണമേ. കാരണം എന്താണെന്നറിയാമോ? പുറജാതികളെ നോക്കി, പുറജാതികൾ ഞാൻ പറയുമ്പോൾ അവിശ്വാസികളെ നോക്കി അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ജാഗ്രതയോടെ പോയ ഈ സഭയെ, ഈ വിശ്വാസികളെ ദൈവം മാനിച്ചു. അവരിൽ കൂടി ലോകത്തെ, അവിശ്വാസികളായിരിക്കുന്ന ലോകത്തെ മുഴുവനും കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ സഭയെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയ അത്ഭുതത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അന്ത്യോക്യ സഭയെ ഒരു മിഷണറി സഭയാക്കി മാറ്റി ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് പരത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ മുഖപരമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത ഇതിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, and the hand of the Lord was with them, and a great number believed and turned to the Lord. ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനേകർ വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും ചിന്തിക്കുന്നതോ ഉദ്ദേശിക്കുന്നതോ ധൈര്യപ്പെടുന്നതുമായ ഒരു വിഷയമല്ല അവിശ്വാസികളായ യൗവനന്മാരോടും അതുപോലുള്ള ആൾക്കാരോട് പോയി സുവിശേഷം അറിയിക്കുവാൻ. അയ്യോ, എങ്ങനെയാണ് അവരോട് പറയുന്നത്? അവർ നമ്മളെ എന്ത് പറയും? നമുക്കുള്ള പ്രാഗൽഭ്യമില്ലല്ലോ എന്നൊക്കെയും പറയുമ്പോൾ യാതൊരു വിധമായ അങ്ങനെയുള്ള ട്രെയിനിങ് ഇല്ലാതിരുന്ന ഒരു കൂട്ടരെ കൊണ്ട് ദൈവം ഇവിടെ അനേകർ, അവിടെ എന്താ ഇരിക്കുന്നത്? കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് നമ്പർ ബിലീവ്. വലിയൊരു കൂട്ടം കർത്താവിലേക്ക് തിരിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലൂക്കോസിൻ്റെ വിഷയം എന്താണ്? ലൂക്കോസിൻ്റെ വിഷയം ഇതാണ്: എന്തൊക്കെ ആയിരുന്നാലും ദൈവത്തിൻ്റെ സഭ വളരും. പ്രൈസ് ദി ലോർഡ്. 120 പേരും കൊണ്ട് ആ പെന്തക്കോസ്ത് നാളിൽ അവിടെ തുടങ്ങിയ സഭ അന്ന് തന്നെ 3000 പേരായി, പിന്നെ 5000 പിന്നെ മൾട്ടിറ്റ്യൂഡായി. അവിടെ യെരുശലേം മുഴുവൻ നിറച്ചു. അതാണ് ഹൈ പ്രീസ്റ്റും ഒക്കെ പറയുന്നത്, നിങ്ങൾ യെരുശലേമിനെ നിങ്ങളുടെ ഈ ഡോക്ടറിൻ കൊണ്ട് നിറച്ചിരിക്കുന്നു. അന്നത്തെ കാലത്തുള്ള യെരുശലേം അവർ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ യഹൂദിയ മുഴുവൻ നിറച്ചു. അത് കഴിഞ്ഞ് ശമറിയയിലായി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലായി. ഇപ്പോൾ ഇതാ ആ അന്ത്യോക്യയിലെ ദൈവസഭ വളരുന്നു. അവൻ കുറഞ്ഞു പോകുന്നു എന്നല്ല,
ദൈവസഭ വളരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 21 അധ്യായം സുജ ഒന്നുകൂടെ വായിച്ച 5 ഒന്നുകൂടെ വായിച്ചാൽ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് ഒന്ന് നിങ്ങൾ അൺമ്യൂട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ഒന്ന് 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 പറഞ്ഞാൽ വലിയ ഒരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. വലിയ ഒരു കൂട്ടം. വലിയ കൂട്ടം, വലിയ കൂട്ടം. ഈ വലിയ ദിവസം കൂട്ടം. ഈ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്. നമ്മുടെ അനേക സഭകള് 5ഉം 10ഉം 20ഉം 30ഉം പേര് ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ആയിരങ്ങളായിട്ട് മാറുന്ന സഭകളും ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഈ സഭകൾ വളരണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നത്. എന്ത് ചെയ്യണം? മറ്റുള്ളവരോട്, അവിശ്വാസികളോട് നമ്മൾ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിച്ച് അവരുടെ ഹൃദയത്തിൽ വ്യത്യാസം വരും. ഈ ദിവസങ്ങൾ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്താൽ കാണുകയാണ് അനേക സഭകൾ, ഞങ്ങളുടെ സഭ ഉൾപ്പെടെ അനേക സഭകൾ ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വലിയ കൂട്ടം ദൈവത്തിലേക്ക് വരുന്ന ഒരു അനുഭവം, ദൈവത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാട്, ദൈവത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമുക്ക് ഈ വാക്കുകൾ കേൾക്കാം. ഇത് വെറും ഒരു വാക്കുകളായിട്ടല്ല, പിന്നെയോ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളുടെ സഭയിലെ ഈ ദിവസങ്ങളിൽ വലിയൊരു കൂട്ടമായിട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് വരുന്ന ഒരു കൂട്ടം ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൗവനന്മാരായിരിക്കുന്ന, അതുപോലെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിശ്വാസികളായിരിക്കുന്നവരോട് കർത്താവിനെക്കുറിച്ച് സുവിശേഷം പറയുവാൻ നമ്മൾ താല്പര്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇതിലൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിൻ്റെ കൈ എന്നുള്ള ഈ പദപ്രയോഗം പുതിയ നിയമത്തിൽ നമ്മൾ ഒത്തിരി പ്രദേശത്ത് കാണുന്നില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു സ്ഥലത്തുണ്ട്, പിന്നെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്തുണ്ട്. പഴയ നിയമം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൈ എന്നുള്ള ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പിന്താങ്ങൽ അവരോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അതൊന്ന് അല്പം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി 1 രാജാക്കന്മാര് 12-ാം അധ്യായത്തിൽ 46-ാം വാക്യം. ഏലിയാമിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. സിസ്റ്റർ ഒന്നുകൂടൊന്ന് വായിച്ചാട്ട് നിർത്തി വായിച്ചു. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പരിചിതമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. കർമ്മേൽ മലമുകളിൽ ബാലിൻ്റെ പ്രവാചകന്മാർക്കെതിരായിട്ട് യഥാർത്ഥ ദൈവമാരാണ്, സത്യദൈവമാരാണെന്ന് ഏലിയാവ് അവിടെ നടത്തിയ ആ യാഗ ശുശ്രൂഷയുടെ അവസാനമായിട്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി തൻ്റെ യാഗത്തിന്മേൽ വന്ന് യഹോവയായ ദൈവമാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷമായിട്ട് താൻ തിരിഞ്ഞ് ആഹാബിനോട് പറയുകയാണ്, ആഹാബേ, നിന്റെ രഥം പൂട്ടിക്കൊണ്ട് എത്രയും വേഗം പൊയ്ക്കൊള്ളുക, ഞാനിതാ മഴയുടെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞിട്ട് ഈ ദേവദാസൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹം പോയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പറഞ്ഞ ആ വാക്കുകൾ അതുപോലെ തന്നെ നീ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 7-ാമത്തെ പ്രാവശ്യം ആ ദാസൻ പോയി നോക്കിയപ്പോൾ ഇതാ ഒരു കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നതായിട്ട് കണ്ടു. അതിൻ്റെ ശേഷമാണ് ഈ വാക്യം നമ്മൾ വായിക്കുന്നപ്പോൾ, അപ്പോൾ താൻ തൻ്റെ അരമുറുക്കി, യഹോവയുടെ കരം അവൻ്റെ മേൽ വന്നു, ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ അവൻ ഓടി അവിടെ എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ സിസ്റ്റർ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ ഒരു പ്രാവശ്യം കൂടി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ
ആഹാബിന് മുമ്പായി ഓടി. പ്രൈസ് ലോർഡ്. ആഹാബ് ഓടുകയല്ലായിരുന്നു, ആഹാബ് രഥത്തിലായിരുന്നു. രാജകീയ കുതിരകളെ കെട്ടിയ രഥം അതിശക്തിയോടെ ഓടുമ്പോൾ ഒരു ദൈവദാസൻ ഏലിയാവ്, ഈ ആഹാബ് ചോദിച്ചില്ല, നീയും വരുന്നോ, ഞാൻ നിനക്കൊരു റൈഡ് തരാം, എൻ്റെ കൂടെ പോരെ, ഏതായാലും നീ ഇത്രയെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്തതാണല്ലോ, മഹാനായ പ്രവാചകനാണല്ലോ എന്നൊന്നും പറഞ്ഞ് തൻ്റെ രഥത്തിലൊന്നും കയറ്റിയില്ല. കാരണം അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ രാജകീയ കുതിരകളെ കെട്ടിയ രഥത്തിൻ്റെ മുമ്പിൽ ഓടി ആഹാബിന് മുമ്പായിട്ട് അവിടെ എത്തുവാൻ, ഇസ്രായേലിൽ എത്തുവാൻ ദൈവം അവന് സാധിപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കരം, യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു, യഹോവയുടെ ശക്തി. അപ്പോൾ യഹോവയുടെ കൈ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവയുടെ ശക്തി അവൻ്റെ മേൽ വന്നു. യഹോവയുടെ മഹാശക്തി, പരിശുദ്ധാത്മ ശക്തി ഏലിയാവിൻ്റെ മേൽ വന്ന് രാജാവിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടുവാൻ തക്കവണ്ണമുള്ള ശക്തി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മൾ ദൈവപ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളുടെ ശക്തിയും നമ്മളുടെ പ്രയത്നങ്ങളും നമ്മുടെ റീസോഴ്സസ് ഒക്കെയാണ്, ഇതൊക്കെയാണ് വലിയ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നത്. ശരിയാണ്, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അതല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യരെ, അവിശ്വാസികളെ, പാപികളെ മാനസാന്തരപ്പെടുത്തി കർത്താവിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് മറ്റാരുമല്ല, കർത്താവിൻ്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള പല മീഡിയകളും എല്ലാം വെച്ച് വളരെയധികം അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, വേണ്ടാതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവസഭ ഈ കാലത്തെ ചിന്തിക്കേണ്ട, എല്ലാ കാലങ്ങളിലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, not by the resources of this world but by the power of God that we will reach the unreached. ഇതേവരെ വിശ്വാസത്തിലേക്ക് വരാത്ത അനേകായിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ മാനുഷികമായ പ്രയത്നങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും കൊണ്ടല്ല, പിന്നെ ദൈവശക്തിയുടെ പ്രകടനം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തിയുടെ പ്രകടനമാണ് ഈ ജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൈ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ യൗവനക്കാരോട് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക വാക്യമുണ്ട്, ആൻഡ് they spoke to the Hellenist എന്ന് ഉള്ള ഈ പദം ഞാനിവിടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗ്രീക്കുകാരെയാണ് സാധാരണ ഹെലിനിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അതിന് കൂടാതെ തന്നെ ഹെലനൈസ്ഡ് ജൂസ് എന്ന് പറഞ്ഞാൽ ജൂവിഷ് പീപ്പിൾ ഹു അഡാപ്റ്റഡ് ദ ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച യഹൂദന്മാരെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്ഥലത്ത് പോയി, ഗ്രീക്ക് രാജ്യത്ത് പോയി അനേക വർഷങ്ങളായി താമസിക്കുന്ന യഹൂദന്മാരെ ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ഈ ഗ്രീക്ക് യഹൂദന്മാരെ പോലെ ആയ ഒരു കൂട്ടവും ആയിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. നമുക്കൊരു വിഷയമല്ല. ഏതായിരുന്നാലും അവർ യൗവനന്മാരോടും സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവശക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാം പറയുന്നത്, not by might, not by power, but my spirit saith the Lord. നിങ്ങളുടെ ശക്തിയോ ഇതുകൊണ്ടൊന്നുമല്ല, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ കാര്യങ്ങൾ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഈ സമയങ്ങൾ ദൈവസഭ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ അനേകായിരങ്ങൾ മുമ്പോട്ട് വരുന്ന കർത്താവിലേക്ക് ചേരുന്ന ഒരിതുണ്ട്. കർത്താവിൻ്റെ കൈ കൂടാതെ ആളുകളെ കർത്താവിലേക്ക് തിരിക്കുവാൻ സാധിക്കത്തില്ല. നമുക്ക് ഒരാളെ ഒരു ചർച്ചയിൽ കൂട്ടാം, ഒരാളെ ഒരു ക്ലബിൽ കൂട്ടാം, ഒരാളുടെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസമൊക്കെ വരുത്താം. എന്നാൽ ഒരാളെ കർത്താവിലേക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ, കർത്താവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ, the Lord added those who were saved daily to the church. രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും കർത്താവ് സഭയോട് ചേർത്തു.
കർത്താവാണ് ആൾക്കാരെ സഭയോട് ചേർക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്കും ചേർക്കാം, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നവരൊക്കെ നമുക്കും ചേർക്കാം. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവസഭയോട് ചേരണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരം അവരുടെ മേലുണ്ടായിരിക്കണം. കർത്താവാണ് അവരെ ചേർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഇന്ന് രാത്രിയിലെ 3-4 വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. യെരുശലേമിൽ സ്തെഫാനോസിൻ്റെ പീഡനം മൂലം ചിതറിപ്പോയവരെ അവരെ അവിടുന്ന് പോയി അന്ത്യോക്യയിൽ പോയി സുവിശേഷം അറിയിച്ചു. അതിൽ സൈറീൻകാരനായിരിക്കുന്നവരും കുപ്രോസുകാരായിരിക്കുന്നവരും ചിലരെ യഹൂദന്മാരോട് മാത്രമല്ല യവനരോടും കർത്താവിനെ കുറിച്ച് സംസാരിച്ചു. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയൊരു ആൾക്കൂട്ടം രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വന്നു. ഇതേ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ തലയിലെ ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വയ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം സഭയിൽ ഒക്കെയും ഇതൊന്ന് പ്രാവർത്തികമാക്കുവാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഇനി സിസ്റ്റർ വായിച്ചാട്ട്, സുജ വായിച്ചാട്ട് 11-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. സുജ ഇല്ലെങ്കിൽ അഞ്ജു സിസ്റ്റർ വായിച്ചു. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ദേർ. യാ. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയോട് ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. മതി. ഇവിടെ പിന്നെയും ലൂക്കോസ് പറയുന്നത് എന്തുവാ? ആദ്യമേ ലൂക്കോസ് പറഞ്ഞു വലിയൊരു കൂട്ടം യവനക്കാർ സഭയോട് ചേർന്നു. ഇപ്പോൾ വീണ്ടും പറയുന്നത് എന്താ? ബർന്നബാസ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ സംഭവിച്ചു? വളരെ പേര് കർത്താവിനോട് ചേർന്നു. ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് രാത്രി കേൾക്കണമേ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മുടെ സഭകൾ വളരണം. പ്രൈസ് ദി ലോർഡ്. അനേകായിരങ്ങൾ കർത്താവിലേക്ക് വരണം. അതാണ് കർത്താവിൻ്റെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സാക്ഷികളാകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അനേകർ അന്ധകാരത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ കാലയളവ് വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ പരിശ്രമിച്ച് കർത്താവിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുകയും അവരോട് സുവിശേഷം പറയുകയും ചെയ്യണം. ഇവിടെ ഈ വിവരം അന്ത്യോക്യ സഭയുടെ യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയ ചില വിശ്വാസികൾ, യഹൂദ വിശ്വാസികൾ അവിടെ അന്ത്യോക്യയിൽ ചെന്ന് അവിടെ ഒരു വലിയൊരു റിവൈവൽ ഉണ്ടായി, വലിയൊരു ആത്മ വിപ്ലവം നടന്നു എന്ന് യെരുശലേമിലുള്ള സഭ കേട്ടപ്പോൾ അവരെന്തോ ചെയ്തു? അവരെ ബർന്നബാസിനെ ഈ അന്ത്യോക്യയിലേക്ക് അയച്ചു. എങ്ങനെയുണ്ട്, പോയി ഒന്ന് നോക്ക്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് അവരെ ബർന്നബാസിനെ അങ്ങോട്ട് അയച്ചു. അവിടെ ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതിക്കുന്ന ഒരു വസ്തു എന്നെ വളരെയധികം ചിന്തിപ്പിക്കാൻ ഇടയായി തീർന്നു. അതിൻ്റെ 23-ാം വാക്യം, when he came and had seen the grace of God, he was glad and encouraged them all with the purpose of heart they should continue with the Lord. നിങ്ങൾ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവൻ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ബർന്നബാസ് വന്നപ്പോൾ, ഈ അന്ത്യോക്യ സഭയിൽ വന്നപ്പോൾ താൻ എന്തോ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവകൃപ കണ്ടു. പ്രൈസ് ദി ലോർഡ്. വലിയ ഒരു വിഷയമാണ്. അവിടെ വന്നപ്പോൾ അവിടെ അന്ത്യോക്യ സഭയുടെ വലിയ ചർച്ച് ബിൽഡിങ്ങോ, അന്ത്യോക്യ സഭയുടെ പാസ്റ്ററുടെ വലിയ ഓഫീസോ, അല്ലെങ്കിൽ ഇത്ര ബസ്സുകൾ ഉണ്ടായിരുന്നെന്നോ, ഇതൊന്നുമല്ല ബർന്നബാസ് കണ്ടത്. പിന്നെന്താ ബർന്നബാസ് കണ്ടത്? ദൈവകൃപ കണ്ട് ബർന്നബാസ് സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ബർന്നബാസിനെ കുറിച്ച് അല്പ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. എന്നാൽ ഒരു കാര്യം കൂടെ വീണ്ടും ബോധ്യപ്പെടുത്തട്ടെ, നിങ്ങൾ പറയട്ടെ. എന്താണ് ബർന്നബാസിനെ കൂടി ഇവിടെ ലൂക്കോസ് എഴുതിക്കുന്നത്? അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചുള്ളൊരു സാക്ഷ്യം ഇതുപോലെയുള്ളൊരു സാക്ഷ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ബർന്നബാസ് അവൻ നല്ല മനുഷ്യനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ മേശയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി 7 പേരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ പറഞ്ഞതെന്താണ്?
നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ നല്ല റെപ്യൂട്ടേഷൻ, നല്ല മാനമുള്ളവരായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ പിന്നെ നല്ല സാക്ഷ്യമുള്ള, താങ്ക് യു, നല്ല സാക്ഷ്യമുള്ളവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും വിശ്വാസം നിറഞ്ഞവരുമായ 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കണം. നല്ല സാക്ഷ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ബർന്നബാസിനെ വെച്ച് പറയുമ്പോൾ എന്തോ, ബർന്നബാസിന് നല്ല സാക്ഷ്യമുണ്ട്. അവൻ നല്ല മനുഷ്യനായിരുന്നു, പ്രൈസ് ദി ലോർഡ്. അതാണ് അവൻ്റെ സാക്ഷ്യം. രണ്ടാമത്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. മൂന്നാമത്, അവൻ വിശ്വാസം നിറഞ്ഞവനായിരുന്നു. ഈ 3 വിഷയം 6-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ 3 വിഷയങ്ങൾ: നല്ല സാക്ഷ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, വിശ്വാസം നിറഞ്ഞവൻ. നമ്മളൊരു കാര്യം ഓർത്തോണം, സഭയിൽ ഇത് അന്ത്യോക്യ സഭയിൽ മാത്രമല്ല, യെരുശലേം സഭയിലെ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് പോലും ഉണ്ടായിരിക്കേണ്ട 3 വിശേഷതകളാണ് ഇവിടെ സംസാരിച്ചത്. എന്താണ്? നല്ല സാക്ഷ്യമുള്ളവർ. അതുകൊണ്ട് നമ്മുടെ സഭയിലെ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, സൺഡേ സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ, യൂത്ത് ഡയറക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ, കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, കൈകാര്യമുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അല്ല നമ്മുടെ സഭകളുടെ തിരഞ്ഞെടുപ്പ് വരേണ്ടത്. പിന്നെ എന്തായിരിക്കണം? ഈ 3 വിഷയങ്ങൾ മിനിമം ഉണ്ടായിരിക്കണം. നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം, പരിശുദ്ധ നിറഞ്ഞവരായിരിക്കണം, അതുപോലെ തന്നെ നല്ല വിശ്വാസം. ഈ മിനിമം ഈ 3 ഇല്ലാത്ത ആരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ സഭ ഇന്ന് അനേക സ്ഥലങ്ങളിൽ സഭയ്ക്ക് യാതൊരു വിധമായ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ സഭ ഇത്രയും മറ്റുള്ള ലോകരുടെ മുമ്പിൽ ഒരു മാനം നഷ്ടപ്പെട്ടു പോയതിന് കാരണം എന്താണെന്നറിയാമോ? നേതൃത്വത്തിലേക്ക് വന്ന പല വ്യക്തികൾക്കും ഈ ഒരു യോഗ്യത പോലും ഇല്ലായിരുന്നു. അവരെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യമില്ല. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരല്ല, അവരെ വിശ്വാസത്തിൽ നിറഞ്ഞവരല്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ സഭകളിലെ നേതൃത്വത്തിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 3 വിഷയങ്ങൾ വളരെയധികം അത്യാവശ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ബർന്നബാസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനേകർ കർത്താവിനോട് ചേർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് ചിന്തിക്കാൻ ഞാൻ 1-2 കാര്യങ്ങൾ. അവൻ ദൈവകൃപ കണ്ട് സന്തോഷിക്കും. എങ്ങനെയാണ് ദൈവകൃപ കാണുന്നത്? എങ്ങനെയാണ് ഒരു സഭയിലോട്ട് കയറി വരുമ്പോൾ ഈ സഭയിൽ ദൈവകൃപ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കൊരു 1-2 ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ സിസ്റ്റർ വായിച്ചു. സഹോദരന്മാരെ, മക്കെദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുൻതിരിയിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുൻതിരിവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല. താങ്ക് യു സിസ്റ്റർ. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒത്തിരി സമയമില്ല. ഉള്ള സമയം കൊണ്ട് ഞാൻ ഈ ദൈവകൃപയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പ്രവേശിച്ചുള്ളൂ. അന്ത്യോക്യ സഭയിലെ ബർന്നബാസ് ചെന്നപ്പോൾ എന്താ താൻ കണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, താൻ കണ്ടത് ദൈവകൃപ. അപ്പോൾ എന്താണ് ദൈവകൃപ എന്ന് കാണിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളാണ് വായിച്ചത്. ഇവിടെ മലയാള ട്രാൻസ്ലേഷനിൽ അല്പം വ്യത്യാസമുണ്ട്. ഈ ദൈവകൃപയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ 7 വാക്യങ്ങൾ മലയാളം ബൈബിളിൽ അതിൻ്റെ ട്രാൻസ്ലേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ 1-2 ഭാഗങ്ങൾ കാണിക്കാം. സോ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: സോ വി urged Titus that as he had begun, so he would also complete this grace in you as well.
ധർമ്മശേഖരണം എന്നല്ല, അത് മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദിസ് ഗ്രേസ് ഓഫ് ഗിവിങ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ് ഇംഗ്ലീഷ് പറഞ്ഞാൽ. അതൊരു ഗ്രേസ്. ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കൃപയാണ്. അതാണ് ഈ 7-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലൻ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിക്കുകയാണ്. ബട്ട് ആസ് യു എബൗണ്ട് ഇൻ എവറിഥിങ്, നീ എല്ലാത്തിനും നിങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലെ. എന്നിട്ട് താൻ അതിനൊരു ഒരു ഒരു വിശദീകരണം കൊടുക്കുകയാണ്. എന്താത്തിലൊക്കെയാണ് വർദ്ധിച്ചു വരുന്നത്? നിങ്ങളുടെ ഫെയ്ത്ത്, സ്പീച്ച്, വചനം, വചനം, പരിജ്ഞാനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ അവിടെ നിർത്തിക്കാട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ വർധനവെന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്നിട്ട് താൻ പറയുകയാണ്, സീ ദാറ്റ് യു എബൗണ്ട് ഇൻ ദിസ് ഗ്രേസ് ഓൾസോ. ഏത് ഗ്രേസ് ആണ്? അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ ഫെയ്ത്ത്, സ്പീച്ച്, നോളജ്, ഡിലിജൻസ്, ലവ്, ഇതെല്ലാമാണ് കൃപകളുടെ ഓരോ ഭാഗങ്ങളാണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാസറ്റ്സ് ഓഫ് ദ ഗ്രേസ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, എന്നാൽ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് വേണം. ആ ഗ്രേസ് ആണ് നിങ്ങൾ കൊടുക്കുകയും കൂടെ ചെയ്യണം. ദിസ് ഗ്രേസ് ഗിവിങ്. സോ ദൈവത്തിന് പൈതലേ, അപ്പോസ്തലനായ ബർന്നബാസ് ഈ അന്ത്യോക്യ സഭയിൽ വന്നപ്പോൾ താൻ കണ്ട കൃപയാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്താ കൃപയാണ് പറഞ്ഞത്? ആ സിസ്റ്റർ 7-ാം വാക്യം ഒന്നുകൂടെ നിർത്തി വായിച്ചാട്ട്. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, നിർത്തി വായിക്കും. വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കൃപ എന്ന്. കൃപ കണ്ടെന്ന് പറഞ്ഞാൽ കൃപ ഒരു വായു പോലുള്ള ഒരു കാര്യമല്ല. അപ്പോസ്തലനെ മനസ്സിലാക്കി ദൈവകൃപ നിറഞ്ഞ ഒരു സഭയാണെന്ന് മനസ്സിലാക്കിയത് അവരുടെ വചനത്തിൻ്റെ പരിജ്ഞാനവും അവരുടെ വചനത്തിൻ്റെ പ്രാഗൽഭ്യവും അവരുടെ ആ ഡിലിജൻസും അവരുടെ ആ സ്നേഹവും ഇതെല്ലാം കണ്ടപ്പോൾ, അതുകൂടാതെ തന്നെ കണ്ട ഒരു കൃപയാണ് അവർ കൊടുക്കുന്ന കാര്യത്തിലും വളരെ മുൻകൈ ആയിരുന്നു. ഈ കൃപ കണ്ടാണ് താൻ പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ അവൻ ഈ കൃപ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ ചെന്നപ്പോൾ he saw the grace of God. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സഭയിൽ ഒരാൾ കയറി വന്നാൽ ആളിനെ ഇതുപോലെ തന്നെ പറയാൻ സാധിക്കുമോ? എനിക്കും അവിടെ പോയി കൃപ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ആരെങ്കിലും സഭയിൽ വരുമ്പോൾ നമ്മൾ എന്താ കാണിക്കുന്ന? ആദ്യമേ നമ്മുടെ ബിൽഡിങ്ങും നമ്മുടെ ഇതും അതും എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ കാണേണ്ട വിഷയം എന്തുവാണ്? ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വാക്കിനോട് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. യേശുക്രിസ്തുവിൽ ഒരു കൃപ ഉണ്ടായിരുന്നത് ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണി. ഇപ്പൊ ഈ 7-ാം അധ്യായത്തിലെ ഈ 8-ാം അധ്യായത്തിലെ ഈ അപ്പോസ്തലൻ ഈ സഭയുടെ മാസിഡോണിയ സഭ, മക്കതോനിയ സഭയുടെ കൃപയുടെ കാര്യം കുറിച്ച് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഫോർ യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് that though he was rich, yet for your sake he became poor, that you through his poverty might become rich. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വലിയൊരു കാര്യമാണ് എന്ത്? കൃപ. പ്രൈസ് ദി ലോർഡ്. അവൻ കൃപയിൽ നിറഞ്ഞവനായിരുന്നു. ദ ഗ്രേസ് ഓഫ് ഗാഡ് ദാറ്റ് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിലുള്ള ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലുള്ള ദൈവകൃപ എന്ന് പറയുമ്പോൾ എന്തുവാണ്? തൻ്റെ സഹിഷ്ണുത, തൻ്റെ സ്നേഹം, തൻ്റെ വിശ്വാസം, തൻ്റെ ഡിലിജൻസ്, ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം, തൻ്റെ കൊടുക്കുക. അതാണ് അപ്പോസ്തലൻ ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഏറ്റവും വലുതായിട്ട് താൻ ദൈവകൃപ, കർത്താവിലുള്ള ദൈവകൃപ കൊണ്ട് താൻ ധനവാനായിരുന്നിട്ടും തൻ്റെ ധനവാനായിരിക്കുന്ന ആ സ്ഥാനം താൻ മുറുകെ പിടിക്കാതെ അവനൊരു ദരിദ്രനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്ന സകല റിച്ചസും ഗ്ലോറി അവൻ ഔദാര്യമായിട്ട് കൊടുത്തു. കാരണം എന്താണെന്നറിയാമോ? ടു മേക്ക് us rich he became poor. ഹല്ലേലൂയ. ആ ദൈവകൃപ
ആണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതുമ്പോൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യോക്യ സഭയിലും ഇതുപോലെ തന്നെ നമ്മൾ ആ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അഞ്ജു സിസ്റ്റർ വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. 27 മുതൽ അക്കാലത്ത് എരിശ്ലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരോട് ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. ഏത് ശിഷ്യന്മാരാ? അന്ത്യോക്യയിലുള്ള ശിഷ്യന്മാരെ. ഈ ക്ഷാമം എവിടെയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? ക്ഷാമം എല്ലായിടത്തും ഉണ്ട്. ഭൂലോകം മുഴുവൻ ഒരു ക്ഷാമം വരുമെന്ന് ആഗബാസ് ദൈവാത്മാവ് നിറഞ്ഞ് സംസാരിച്ചു. അത് ആ സമയത്ത് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അന്ത്യോക്യയിൽ ആയിരുന്ന ദൈവദാസന്മാരെ, അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ഒരു 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 ഗിഫ്റ്റ് എടുത്തിട്ട് അത് യെരുശലേമിലുള്ള ആ വിശ്വാസികൾക്കും സഹോദരന്മാർക്കും വേണ്ടി അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അയച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദൈവകൃപയാണ് അന്ത്യോക്യ സഭയിൽ വന്നപ്പോൾ ബർന്നബാസ് കണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ സ്നേഹം, വിശ്വാസം, പരിജ്ഞാനം, ദൈവവചനം കൊടുക്കല്, ഈ എല്ലാം കണ്ടാണ് പ്രൈസ് ദി ലോർഡ് ആ ബർന്നബാസ് ഈ അന്ത്യോക്യ സഭയിൽ കാണാൻ സാധിച്ചത്. ഈ കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ടോ? ഈ കാര്യങ്ങളാണോ നമ്മുടെ സഭയിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സഭകളിലും ഈ ദൈവകൃപ കാണുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും അതിൻ്റെ ഒരു വാക്യം കൊണ്ട് വായിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ നമ്മുടെ ഈ പഠനം അവസാനിപ്പിക്കാം. 11-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ അഞ്ജു ഇത് വായിച്ചായിട്ട് അതിൻ്റെ 26-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. 26. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി. മതി. ഇന്ന് നമ്മുടെ സമയം തീർന്നു. നമുക്ക് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഈ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ ബർന്നബാസ് ഈ അന്ത്യോക്യ സഭയുടെ വളർച്ച കണ്ട് താൻ എന്ത് ചെയ്തു? താൻ മനസ്സിൽ ത്തോടെ തൻ്റെ സ്ഥാനം അവർ സഭയെ ദൈവവചനം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവവചനം പഠിപ്പിച്ചതിൻ്റെ അവസാനമായിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും അനേക കർത്താവിലേക്ക് വന്നു. പ്രൈസ് ഗാഡ്. സാധിക്കും. ആ പഠിപ്പീരിൻ്റെ അവസാനമായിട്ട് എന്ത് സംഭവിച്ചു? അനേകർ. ഞാൻ ആ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, when he had found him, he brought him into Antioch. So it was that for a whole year they assembled with the church and taught a great many people. And so that means a great many people came to church. തന്നെയല്ല, അവിടെ വെച്ച് അന്ത്യോക്യയിൽ ഉള്ള ക്രിസ്ത്യാനികൾക്കാണ് അന്ത്യോക്യയുള്ള വിശ്വാസികൾക്കാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. കാരണം എന്താണെന്നറിയാമോ? അന്ത്യോക്യ വളരെയധികം മ്ലേച്ഛമായിട്ട് ജീവിക്കുന്ന ആ നഗരം, വളരെയധികം മേച്ഛമായിട്ട് ജീവിക്കുന്ന ആ നഗരം നോക്കിയപ്പോൾ ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാണ്. കൊടുക്കുന്ന കാര്യത്തിൽ, വചനത്തിൻ്റെ ആഴത്തിൽ അവരുടെ പരിജ്ഞാനം, അവരുടെ സ്നേഹം, അവരുടെ ദാനധർമ്മം, ഇതെല്ലാം നോക്കുമ്പോൾ ക്രിസ്തു ചെയ്തതുപോലെ തന്നെയാണ് ഇവരും. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവർ ക്രിസ്ത്യാനികളാണ്, ഇവർ ക്രിസ്തുവിനെ പോലെയുള്ളവരാണ്, ഇവർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട്
വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികളെന്ന് പറഞ്ഞ പേര് കിട്ടത് ഈ അന്ത്യോക്യ സഭയിലാണ്. ആ അന്ത്യോക്യ നഗരത്തെ, മ്ലേച്ഛത നിറഞ്ഞ അന്ത്യോക്യ നഗരത്തെ എന്താക്കി മാറ്റി? ക്രിസ്ത്യാനികളുടെ ഒരു നഗരമാക്കി മാറ്റി. ഹല്ലേലൂയ! ദൈവത്തിന് പ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അവരുടെ മധ്യേ വെളിപ്പെടുവാൻ, അനേകായിരങ്ങൾ കർത്താവിലേക്ക് വരുവാൻ, ദൈവസഭ വളരുവാൻ, ദൈവനാമം ഘോഷിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതം അതൊരു മാതൃകയായി തീരട്ടെ. ഈ അന്ത്യോക്യ സഭയിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ സഭയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മൾ കൂടി ചെയ്യട്ടെ. വലിയൊരു വ്യതിയാനം നമ്മൾ ഉണ്ടാകട്ടെ, വലിയൊരു രൂപാന്തരം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ എൻ്റെ വാചനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറക്കട്ടെ. കർത്താവ് സഹായിച്ചാൽ തന്റെ യാത്രയൊക്കെ ഏറ്റവും അനുഗ്രഹമാകട്ടെ. തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം നന്നായി വരട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവിന്റെ ദാസൻ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി. ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. അവസാനമായി നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതിന്റെ ഗ്രാജുവേഷൻ സർവീസ് ഏപ്രിൽ 25 നടത്തപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലാവരും അതിന്റെ ലിങ്ക് ഫില്ല് ചെയ്യുക. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളത് ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കഴിവുള്ളവർ ഇൻ പേഴ്സണായിട്ടും വരുവാൻ ശ്രമിക്കുക. ദൈവം സഹായിച്ചാൽ ഏപ്രിൽ 25 അത് കേരളത്തിൽ വെച്ച് നടക്കപ്പെടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഞാൻ നമ്മുടെ ചർച്ചിലാണ് നിൽക്കുന്നത്. എനിക്കിനി ഇത് കഴിഞ്ഞ് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നത്. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നമ്മുടെ പ്രിയ കുന്ദമംഗലം പാസ്റ്റർ പാടിച്ചു. ഡേവിസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ കെ എ ഡേവിസ് പ്ലീസ് പ്രാർത്ഥിച്ചാട്ടെ. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ കർത്താവെ കടന്നു വന്ന് വചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ബർന്നബാസിൽ കണ്ടതുപോലെ ഞങ്ങൾ ഓരോരുത്തരിലും കർത്താവെ ആ ദൈവകൃപ ഈ ദിവസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം, അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരത്തക്കവണ്ണം ആ സ്വർഗീയ സാന്നിധ്യം, ആ സ്വർഗീയ സ്വഭാവങ്ങൾ, ആ സ്വർഗീയ ശക്തി ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളിലേക്ക് പകർന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുന്ന കൃപയോർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് തക്കവണ്ണം കർത്താവ് വചനം പഠിപ്പിച്ച സാറിനെ കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഫാക്കൽറ്റി എല്ലാവരെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 25 നടക്കുന്ന ഗ്രാജുവേഷൻ സർവീസിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗ്ഗം മാനിക്കുമാറാകണം. ഇതുവരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം സഹായിക്കണം, പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണം. ധന്യനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേകാൽ ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഞങ്ങളുടെ മീറ്റിംഗും ഈ ഐഡിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രീ ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.